അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അടുക്കള വൃത്തിയായിരിക്കണം. അടുക്കള വൃത്തികേടുകളിൽ നിന്ന് എപ്പോഴും മുക്തമായിരിക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും സഹോദരിമാരാണ്. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ ടേബിള്, അടുക്കളയിലെ ടാപ്പിൻ്റെ ഭാഗം, പാത്രങ്ങൾ കഴുകുന്ന ഭാഗം, അതുപോലെ അടുക്കളയോട് ചേർന്നു നിൽക്കുന്ന മറ്റു ഭാഗങ്ങൾ, അടുപ്പുള്ള ഭാഗം തുടങ്ങി ഈ ഭാഗങ്ങളെല്ലാം വളരെ വൃത്തിയോടുകൂടെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ രണ്ട് ലോകത്തെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രൂപത്തിലാണ് പൂർവസൂരികളായ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് മഹാനായ ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, പാത്രങ്ങൾ വൃത്തിയാക്കാതിരുന്നാൽ, വേണ്ട രൂപത്തിൽ അത് കഴുകി വെക്കാതിരുന്നാൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങുന്ന സമയമുണ്ടാകൂല. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ നിങ്ങൾ രാത്രി ഉപയോഗിച്ച പാത്രങ്ങൾ കിടക്കാനൊരുങ്ങുന്ന സമയത്ത് അതങ്ങനെ തന്നെ നിങ്ങളുടെ ടാപ്പിൻ്റെ ചാരത്ത് അല്ലെങ്കിൽ അടുപ്പിൻ്റെ ഓരത്ത് വിട്ടേച്ചുപോയി കിടന്നുറങ്ങുന്നത് നല്ല ശീലമല്ല. തീർച്ചയായും അതും തിരുത്തപ്പെടേണ്ടതും മാറ്റപ്പെടേണ്ടതും ആണ്. ആ പാത്രം കഴുകി വെക്കാതെ കിടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പാത്രങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ പാത്രം കഴുകാതെ കിടന്നാൽ അന്നു രാത്രി ആ പാത്രങ്ങൾ തസ്ബീഹ് ചൊല്ലുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അതുകൊണ്ട് വിശിഷ്യ രാത്രി കിടക്കുന്ന സമയത്ത് എന്നു വേണ്ട, എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണമുള്ള പാത്രം കാലിയായാൽ ഉടനെ ആ പാത്രം കഴുകി വെക്കണം. അല്ലാതിരുന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറാത്ത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉള്ളി പലരുടെയും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഉള്ളി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വെറുത്തതുമാണ് ഉള്ളി. ഇത് പറയുമ്പോൾ പച്ചയിൽ അങ്ങനെ തന്നെ ഉള്ളി മുറിച്ചിട്ട് കഴിക്കുന്ന സ്വഭാവം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. നമ്മുടെ സൽക്കാരങ്ങളിലും മറ്റുമൊക്കെ പൊരിച്ചു കൊണ്ടുവച്ച വിഭവത്തിൻ്റെ മുകളിൽ പച്ച ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിന് അലങ്കാരം കൂട്ടുന്ന ചില സഹോദരിമാരുണ്ട്. അതത്രമേൽ ഉചിതമല്ല. എന്നാൽ അതോടൊപ്പം ദാരിദ്ര്യ വരുന്ന കാരണങ്ങളിൽ മഹാന്മാരായ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഹർഖു ഖിശ്രിൽ ബസുലി വഖിശ്രി സൂമി, വലിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തോല് അടുപ്പിലിട്ട് കരിക്കുക. ഇത് ദാരിദ്ര്യത്തിന് ഹേതുവാകും. എന്താണാവോ അതിൻ്റെ രഹസ്യം? വലിയുള്ളി ആയാലും വെളുത്തുള്ളി ആയാലും അതിൻ്റെ തോല് അടുപ്പിലിട്ട് കരിക്കുന്നത് അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. ഖിശ്റുൽ ബസുലി വഖിശ്റു സൂം. സൂം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. നമ്മുടെ
വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഇന്നത്തൊരു പുതിയ വിഭവമാണ്, ചില ആളുകൾ പറയും, ആ ഗാർലിക് പേസ്റ്റിന്. ചിക്കൻ പൊരിച്ചെടുത്താൽ, ബ്രോസ്റ്റാക്കിയാൽ, തന്തൂരിയാക്കിയാൽ അതിൻ്റെ കൂടെ വെക്കുന്ന ഒരു ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അതിന് ചില ആളുകൾ തൂം എന്ന് പറയാറുണ്ട്. കൃത്യമായി അതിൻ്റെ പ്രനൗൺസ് തൂം അല്ല, അത് അറബിയിൽ നിന്ന് വന്നതാണ്, സൂം ആണ്. സൂം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി എന്നാണ്. ഇംഗ്ലീഷിൽ ഗാർലിക് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഉള്ളിയുടെ തോല് കരിച്ചാൽ അത് ദാരിദ്ര്യത്തിന് ഹേതുവാകും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം സംഗതികളിൽ നിന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്, വിട്ടുനിൽക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.